ശാസ്ത്രവേദി കരുനാഗപ്പള്ളി നിയോജക മണ്ഡലം കമ്മിറ്റി ഏകദിന സെമിനാർ നടത്തി. അഴീക്കൽ ഗവൺമെന്റ് ഹൈസ്കൂളിലാണ് സെമിനാർ സംഘടിപ്പിച്ചത്. ശാസ്ത്രവേദി കരുനാഗപ്പള്ളി നിയോജക മണ്ഡലം കമ്മിറ്റിയാണ് ഏകദിന സെമിനാർ സംഘടിപ്പിച്ചത്. സുനാമി മുന്നറിയിപ്പും നവശാസ്ത്ര സാങ്കേതിക പരിണാമങ്ങളും എന്ന വിഷയത്തിലായിരുന്നു സെമിനാർ നടത്തിയത്. സെമിനാറിന്റെ ഉദ്ഘാടനം ശാസ്ത്രവേദി സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ അച്യുത് ശങ്കർ എസ് നായർ നിർവഹിച്ചു. 142 കോടിയോളം ജനങ്ങളുണ്ട് ഇന്ത്യയിൽ, അല്ലെ? ലോകം മുഴുവൻ എടുത്ത് എത്ര പേരുണ്ട്? ഏകദേശം 800 കോടി ആൾക്കാർ. 808 കോടി ആൾക്കാർ. 808 കോടി ആൾക്കാർക്കും കൂടെ 808 കോടി തലച്ചോറുണ്ട്, അല്ലേ? ഇനി ഞാൻ പറയുന്നത് സങ്കല്പിച്ചു നോക്കുക. എല്ലാവരുടെയും തല സർജറി ചെയ്തിട്ട് ഈ തലച്ചോറ് പുറത്തോട്ട് എടുത്തു. ലോകത്തുള്ള എല്ലാവരുടെയും എത്ര തലച്ചോറായി? 808 കോടി തലച്ചോറ്. എന്നിട്ടൊരു വലിയൊരു യന്ത്രത്തിനകത്ത് കയറ്റി അതിനെല്ലാം കൂടെ ഞെക്കി ഒരു ഒറ്റ തലച്ചോറാക്കി. എങ്ങനെ ഇരിക്കും? അതിനെന്തായിരിക്കും പ്രത്യേകത തലച്ചോറിന്? അതിന് ലോകത്തെ എല്ലാ മനുഷ്യർക്ക് അറിയാവുന്ന എല്ലാ കാര്യവും അറിയാതിരിക്കും. പ്രഥമാധ്യാപിക സ്മിത കെയിൽ സ്വാഗതം പറഞ്ഞു. ശാസ്ത്രവേദി നിയോജകമണ്ഡലം പ്രസിഡന്റ് ടോമി എബ്രഹാം അധ്യക്ഷത വഹിച്ചു. അപ്പോൾ അന്ന് ഈ സുനാമി അടിക്കുന്ന സമയത്ത് കുറച്ചപ്പുറത്തുള്ള കായംകുളം MSM കോളേജിൽ MSc പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയായിരുന്നു ഞാൻ. അപ്പോൾ ഞാൻ അന്ന് ക്രിസ്മസ് വെക്കേഷൻ ആയിട്ട് എൻ്റെ നാടായ തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്തായിരുന്നു. അപ്പോൾ രാവിലെ ഞാനൊരു 7 മണിയായപ്പോൾ TV ഓൺ ചെയ്യാണ്. അപ്പോൾ അന്ന് ഇതേപോലെ ഒത്തിരി ചാനലൊന്നുമില്ല. ഇന്ത്യ വിഷൻ എന്നൊരു ചാനൽ മാത്രമേ ഉള്ളൂ. ഏഷ്യാനെറ്റ് സൂര്യ ഉണ്ട്. എന്നാലും എപ്പോഴും വാർത്ത കിട്ടുന്ന ഒരു ചാനൽ എന്ന് പറയുന്നത് MV നികേഷ് കുമാറിൻ്റെ ഇന്ത്യ വിഷനാണ്. അപ്പോൾ ഇന്ത്യ വിഷൻ 6:30 മണി ആയപ്പോൾ ഒരു വാർത്ത കേൾക്കുന്നുണ്ട്. ചെന്നൈയിൽ കടൽക്ഷോഭം. എന്താണ്? ചെന്നൈയിൽ കടൽക്ഷോഭം. ശാസ്ത്രവേദി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ പ്രവീൺ സാഗല്യ ക്ലാസിന് നേതൃത്വം നൽകി. പഴകുളം സതീഷ്, കെ വിമലൻ, സജീന്ദ്രൻ ശൂർനാട്, ബിജു, അബ്ദുൽ സത്താർ, ഫിലിപ്പ് മാത്യു, വരുൺ ആലപ്പാട്, ശശികുമാർ S, ലിജിമോൻ P, ബിനു S, പ്രിയാസി, സുവർണകുമാരി, സഹദേവൻ കോട്ടവിള, സന്തോഷ് പവിത്രം, രാജീവ് കുന്നത്തൂർ, ഷാജി സോപാനം, സുജാരാജ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ.